ഇടുക്കി കാന്തല്ലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ദൗത്യം തുടങ്ങി. നാട്ടിൽ ഭീതി വിതച്ച 5 കാട്ടാനകളെയാണ് ചിന്നാർ വനമേഖലയിലേക്ക് തിരിച്ചയക്കുക. ഡിഎഫ്ഒയുടെ നേതൃത്വത്തിലുള്ള 80 അംഗ സംഘമാണ് ദൗത്യത്തിൽ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ ജെയിനിസ് രാജു തന്നെ നൽകും. ജെയിൻ, അവിടെ ദൗത്യം ആരംഭിച്ചോ? എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഈ ദൗത്യം? മോത്തി അല്പസമയത്തിനകം ദൗത്യം ആരംഭിക്കും. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം കാന്തല്ലൂരിലേക്ക് പോവുകയാണ്. കാന്തല്ലൂർ പഞ്ചായത്തിന് സമീപത്ത് അവിടെ നിന്നാണ് ഈ ആനകളെ, ഏതൊക്കെ മേഖലയിലാണ് ആനകൾ നിൽക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിനായി സംഘം പുറപ്പെടുക. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ പഞ്ചായത്തിന് സമീപത്തേക്ക് എത്തുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇവിടെ ഒരു ജനകീയ സമിതിയുണ്ട്. ആ ജനകീയ സമിതിയിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർ കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് വനപാലകർ മാത്രം 80 പേരുണ്ട്. കൂടാതെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഏതാണ്ട് 100-ലധികം പേർ ചേർന്നിട്ടാണ് ഈ ദൗത്യം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആനകളെ എവിടെയൊക്കെയാണ് ആനകൾ നിൽക്കുന്നത് എന്നതുള്ളത് ട്രാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആനയെ തുരത്താൻ ആരംഭിക്കുക. ഒരുപക്ഷെ രാത്രിയും ഈ ദൗത്യം നീണ്ടേക്കും എന്നുള്ളതാണ്. ഇതിന് സമീപത്ത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ആ ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് ഈ ആനകളെ ഓടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആദ്യ പരിഗണന എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകളെ ആക്രമിച്ച ഒരു കൊമ്പനുണ്ട്. ആ കൊമ്പനെ ഓടിക്കുക എന്നുള്ളതാണ് ആദ്യ പരിഗണന. അതിനുശേഷം ഒരു മോഴ ആന, ആ മോഴ ആനയും ആളുകളെ ആക്രമിക്കുന്നതാണ്. വളരെ പ്രകോപിതനായി നിൽക്കുന്ന ഒരു ആനയാണ്. ഈ 2 ആനകൾക്കാണ് ആദ്യ പരിഗണന. അതിനുശേഷം മറ്റ് ആനകളെ ഓടിക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിനകത്ത് ഏതാണ്ട് ഒരു 4 കിലോമീറ്ററെങ്കിലും അകത്തേക്ക് ഈ ആനകളെ ഓടിച്ചു കൊണ്ടുപോവുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട്. അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. കാരണം ജനവാസ മേഖലയിൽ നിന്ന് ആനകൾ ഭയപ്പെടുത്തി തുരത്തുമ്പോൾ അത് പലായനം ചെയ്ത് പോകുമെങ്കിൽ പോലും കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഇത് തിരിച്ചാക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അപകടം പിടിച്ച ഒരു ദൗത്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇപ്പോഴും ജനവാസ മേഖലയിൽ ഈ സമീപത്തൊക്കെ ആനകൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ റോഡിൽ തന്നെ ആനയുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ആന ഇതിന് മുകൾ വശത്തു നിന്ന് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് പോവുകയാണ്. ഈ താഴത്താണ് മറയൂർ ഉൾപ്പെടെയുള്ള മേഖല എന്ന് പറയുന്നത്. അവിടെ ആളുകൾ കൂട്ടത്തോടെ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അതിന്റെ സമീപത്തേക്കാണ് ആന ഇപ്പോൾ പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാർഷിക മേഖല കൂടിയാണത്. പ്രത്യേകിച്ച് കരിമ്പും മറ്റ് ശീതകാല പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു മേഖലയാണ് ഇതിന് താഴ്വശം എന്ന് പറയുന്നത്. ആ മേഖലയിലേക്കാണ് ആന പോയിരിക്കുന്നത്. ഈ കൃഷിയിടങ്ങൾക്കിടയിൽ ഈ കാണുന്ന ഗ്രാൻഡീസ് ഒക്കെ കാണുന്നത് പോലെയുള്ള ഈ ചെറിയ തുരുത്തുകളുണ്ട്. ആ തുരുത്തുകൾക്കിടയിലേക്ക് ആനകൾ കയറി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പക്ഷേ ആനകളെ കാണാൻ കഴിയില്ല. പക്ഷേ വളരെ പെട്ടെന്ന് ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി കൃഷിയിടത്തിലേക്ക് പോകുന്ന ഒരു പ്രശ്നമുണ്ട്. എന്തായാലും മറയൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഏതാണ്ട് 10-18 അംഗസംഖ്യയുള്ള കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആളുകളെ ആക്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം തുടർച്ചയായ 2 ദിവസങ്ങളിൽ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇവിടെ ഒരു സമരം, രാപ്പകൽ സമരം നടന്നിരുന്നു. ആ സമരത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ദൗത്യം ഇപ്പോൾ ഇവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ദൗത്യത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആനകളെ കണ്ടെത്താൻ, ആനകളെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള സംഘം പുറപ്പെടും. മോത്തി, അവിടെ ഒരുപാട് ഈ ഹോം സ്റ്റേകളും ടൂറിസ്റ്റ് ഹോമുകളും റിസോർട്ടുകളും ഒക്കെ ഉള്ളൊരു മേഖലയാണ്. വിനോദസഞ്ചാരികൾ നിരവധിയായി എത്തുന്ന ഇടം. ആ തരത്തിൽ ഏതെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് സാധാരണ നമ്മൾ ഈ ആനകളെയൊക്കെ ഡാർട്ട് അല്ലെങ്കിൽ മയക്കുവെടി വെക്കുന്ന സമയത്ത് 144 പ്രഖ്യാപിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ മറയൂരിൽ അത്തരമൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ആളുകൾക്ക് മൈക്ക് അനൗൺസ്മെന്റ് നടത്തി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മറയൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ആളുകൾ കൂട്ടത്തോടെ താമസിക്കുകയാണ് ചെയ്യുന്നത്. കൃഷിയിടം മറ്റൊരു സ്ഥലത്തായിരിക്കും. അപ്പം ആ പ്രദേശത്തേക്ക് എന്തായാലും ഒരു അപകടം ഉണ്ടാകില്ല എന്നുള്ള ഒരു കൂടി പരിഗണിച്ചുകൊണ്ടാണ് അത്തരം നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്താത്തത്. പക്ഷേ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് എല്ലാ ആളുകൾക്കും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ ഉൾപ്പെടെയുള്ള സഹകരണത്തോടു കൂടിയാണ് ഈ ദൗത്യം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. കൂടാതെ ഒരു വശം വനമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ എതിർവശത്ത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഇവിടെ നിന്ന് വനമേഖലയോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ കൃഷിയിടത്തിൽ നിന്ന് ഓടിച്ച് വനത്തിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമായിരിക്കും വനംവകുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്ര നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ നടത്തി നൽകിയിട്ടുണ്ട്. മോത്തി.